എന്റെ ഈ മോൻ കണ്ടെത്തോന്നുന്നു എന്നെ ആരോ ഭീഷണിപ്പെടുത്തി ഇടിപ്പിച്ച ഒരു ഉടുപ്പാണ് ഇതെന്ന് തോന്നും. എന്നാ അങ്ങനെയല്ല ഗൈസ്. കൺഫ്യൂഷൻ ആയല്ലോ. അതിൽ എന്റെ അമ്മ പറഞ്ഞു കേട്ടോ 2 എടുക്കാന്ന്. അതെ, അങ്ങനെ എന്റെ എൻഗേജ്മെന്റ് സമയക്കുറവാണ്. എടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലെഹങ്ക മോഡലാണ് ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചു. അങ്ങനെ ഞാൻ പല കടകൾ കേറി ഇറങ്ങി. ഞാൻ പിന്നെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് പോത്തീസിലെത്തി. അവിടെ ഞാൻ ലെഹങ്ക സെക്ഷനിൽ കയറിയപ്പോൾ തന്നെ 3 ഡ്രസ് എന്റെ കണ്ണോട്. അങ്ങനെ ഞാൻ ആ 3 ട്രയൽ ചെയ്തപ്പോൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. അങ്ങനെ എന്റെ കൂടെ വന്ന എല്ലാവരും പറഞ്ഞു എന്തിന് പോത്തീസിൽ ആ കുട്ടി വരെ പറഞ്ഞു 2. പക്ഷേ ഈ ലെഹങ്ക ഒന്നും എനിക്ക് അത്ര യൂസ് ആയിട്ട് തോന്നിയിട്ടില്ല. വല്ലപ്പോഴൊക്കെ ഇട്ടാലായി. അങ്ങനെ ഞാൻ കുറെ നേരം ഉടുത്തുടുത്ത് ഇതിന്റെ ഭംഗിയൊക്കെ നോക്കി. പിന്നെ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഇനി ആൾക്കാരെ അധികം വെറുപ്പിക്കാണ്ട് ഒരെണ്ണത്തിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്യും. ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സ് ആണ് എനിക്ക് നന്നായിട്ട് ചേരുന്നത്. എന്താണെന്നറിയില്ല, വയലറ്റിനോടും ഈ കളറിനോടും എനിക്ക് വല്ലാത്തൊരു പ്രേമമാണ്. അങ്ങനെ ഞാൻ എന്റെ എൻഗേജ്മെന്റ് ഡ്രസ് അങ്ങ് ഉറപ്പിച്ചു. എന്റെ ഡ്രസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷം. അങ്ങനെ ഞങ്ങൾ പോത്തീസിന് റെസ്റ്റോറന്റ് ഗ്യാസിന്റെ ക്ഷാമം കാരണം ബിരിയാണി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല ഫുഡായിരുന്നു. അടുത്ത എന്റെ അമ്മയ്ക്ക് എടുക്കാനാണ് നോക്കുന്നത്. ആ സമയം നോക്കി ഞാൻ വെറുതെ മന്ത്രവാടി സെക്ഷനിലേക്ക് ഒന്ന് കയറുന്നു. കൊള്ളായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ എന്റെ അമ്മയുടെ കണ്ണിൽ ഒളിക്കിയത് ഈ പച്ച സാരി, ബനാറസി സാരിയിലാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ബനാറസി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്റെ കണ്ണിലും ഈ വയലറ്റ് ഉടക്കി. ഞാൻ ഈ സാരി ഒന്ന് എടുത്തു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ മുകളിൽ കയറി എടുത്തു നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഒരു ആഗ്രഹം എനിക്കും ഇതിന്റെ മുകളിൽ കയറി എടുത്ത് നോക്കണം. അങ്ങനെ അതും സെറ്റാക്കി അച്ചക്കായിരുന്നു പെട്ടെന്ന് പരിപാടി. എന്റെ മസിൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും കാണുന്നവരിക്കും ബൈ ബൈ.